നഗരസഭാ ഭരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ജില്ലാ നേതൃത്വത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കണ്ടേ. അല്ലാണ്ട് നഗരസഭാ ഭരണം ഒറ്റക്കെട്ടായി 28 കൗൺസിലർമാർ മാത്രമായിട്ട് പോകുന്നതല്ല, ജില്ലയുടെ നേതൃത്വത്തോടുകൂടെ ചെയ്യുന്നതാണ് നഗരസഭാ ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഈ നഗരസഭാ ഭരണം ആണ് പ്രശ്നങ്ങൾക്ക് വോട്ട് കുറയാൻ കാരണമെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? അങ്ങാടി തൊട്ടാൽ അമ്മയോട് അത് തന്നെയാണ്. 100% ജയ സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. കാരണം MP ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങൾ പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിന്റെ പേരിൽ MLA സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചോദിക്കാൻ വിഷമമുണ്ട്, കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു. അപ്പൊ നമ്മളോട് അഭിപ്രായം ചോദിക്കുകയല്ലേ ഉള്ളൂ, അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ. മാറ്റേണ്ടതൊക്കെ സംസ്ഥാനമോ കേന്ദ്രമോ ഇവരൊക്കെയാണ്. അപ്പൊ നമുക്കത് ഒന്നും ചെയ്യാൻ, അത് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചു കൃഷ്ണകുമാറിനെ. പക്ഷെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ ഈ പാർട്ടിക്കുള്ളില് ആദർശം വെച്ച് നടക്കുന്ന എല്ലാ കൗൺസിലർമാരും കൃഷ്ണകുമാറിന്റെ കൂടെ തന്നെയായിരുന്നു. ഇത്തവണ പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചിരുന്നോ ഈ സ്ഥാനാർത്ഥിയെ കിട്ടിയുള്ളൂ? 100% ചോദിച്ചിരുന്നു, കുറേ ഭാഗത്ത് ചോദിച്ചിരുന്നു. എന്താ കൃഷ്ണകുമാറിനെ മാറ്റിയില്ലേ, വേറെ ആരെങ്കിലും നിർത്തായിരുന്നില്ലേ? ശോഭാ സുരേന്ദ്രന്റെ പേരുകൾ വന്നിരുന്നു, MT രമേശിന്റെ പേര് വന്നിരുന്നു, ഈ മറ്റേ കൃഷ്ണദാസിന്റെ പേര് വന്നിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര്. എളുപ്പമായിരുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. സ്ത്രീകളുടെ കുറച്ചുകൂടെ വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. സ്ത്രീകളുടെ നഗരസഭയിലെ വലിയ വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. 1500 വോട്ടേ കമ്മിയായിട്ടുള്ളൂ. MP ഇലക്ഷന് 29,000 വോട്ട് നഗരസഭ പരിധിക്കകത്ത് കിട്ടിയിട്ടുണ്ട്. 27,500 ആണ് MLA ഇതിന് കിട്ടിയത്. 1500 വോട്ടിന്റെ കുറവാണ്. 1500 വോട്ട് നോട്ടയ്ക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, വിരോധമുള്ളവര് നോട്ടയ്ക്ക് ചെയ്തിട്ടുണ്ടാവാം. BJPയുടെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ജനവിധിയല്ലേ, നമുക്കത് പറയാൻ പറ്റൂ. ശോഭയായിരുന്നു ജയിക്കുമായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ജനവിധിയാണ്. അതായത് ചെയർപേഴ്സൺ ഈ പലതവണ നോട്ടയുടെ കാര്യം പറഞ്ഞു. അതായത് BJP പ്രവർത്തകർ നോട്ടയ്ക്ക് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വികാരം നമ്മുടെ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം ഇന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ നോട്ടയ്ക്ക് ചെയ്യുമെന്നുള്ളൊരു വികാരം പുറത്തു നിന്നും പറയുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നിന്നാണോ വോട്ട് കമ്മിയാണ്. നഗരസഭാ ഭരണത്തിന്റെ വീഴ്ചയല്ല എന്ന് ഞാൻ പറയുന്നു. നഗരസഭ അടിസ്ഥാന വോട്ടുകളിൽ വലിയ ഉണ്ട്. അത് സ്ഥാനാർത്ഥിയുടെ പാളിച്ചകൾ തന്നെയാവണം. സാധ്യത അത് തന്നെയാണ്. ചെയർപേഴ്സന്റെ വാർഡിൽ നിന്ന് ഉൾപ്പെടെ വോട്ട് കുറഞ്ഞു. ഇല്ല, എന്റെ വാർഡില് വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ എല്ലാ ബൂത്തിലും എന്റെ വോട്ട് 19, 20, 21, 22 BJP NDAക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട്. സ്ഥാനാർത്ഥിയുടെ വാർഡിൽ കുറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിത്വത്തിനുള്ള വോട്ടാണ് കൗൺസിലർ ഇലക്ഷൻ ഒക്കെ ചെയ്യാം. ഒരു വ്യക്തി അതൊക്കെ ജനവിധി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് കൃഷ്ണകുമാറിന്റെ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം. അത് പാർട്ടി അന്വേഷിക്കട്ടെ. എന്തുകൊണ്ട് കൃഷ്ണകുമാറിന്റെ ബൂത്തിലെ വോട്ട് കുറഞ്ഞു എന്നുള്ളത് അവർ അന്വേഷിക്കട്ടെ, പരിശോധിക്കട്ടെ. അതൊക്കെ ചെയ്യേണ്ടതല്ല, അതൊക്കെ ചെയ്തോട്ടെ. അതൊന്നും നമ്മൾ അഭിപ്രായം പറയണതല്ലല്ലോ. അതൊക്കെ ജനങ്ങൾ പറയണമെങ്കിൽ അതിന് സംസ്ഥാനം അതിന് തയ്യാറാവണം എന്നാണ് പറയുന്നത്. പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനോട് കുറെയൊക്കെ മാനിക്കേണ്ടത് ആവശ്യമാണ്. അതറിയില്ല. കാരണം അങ്ങനെ ഒരാള് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനമോ കേന്ദ്രമോ അത് പാടില്ലല്ലോ, അങ്ങനെ തീരുമാനിക്കാൻ പാടില്ലല്ലോ. കേന്ദ്ര നേതൃത്വം തീരുമാനിക്കണ്ടേ. അത് സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ ജില്ലയിലൊരു വിഷയമുണ്ട്, നഗരസഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് കേന്ദ്രം പരിശോധിച്ച് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. സ്ഥാനാർത്ഥിക്കെതിരെ വരുന്ന ആരോപണം അദ്ദേഹത്തിന് വോട്ട് കേന്ദ്രീകരിക്കുന്നതിന് മറിച്ച് സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ പലതും വന്നിരുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. എനിക്ക് അതിന്റെ സാമ്പത്തിക ശേഷിയെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയില്ല. സംസ്ഥാന പ്രസിഡന്റ് രാജിവെക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ഥാനാർത്ഥി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ധാർമ്മിക ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിക്കൂല്ലേ? അത് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കണം. അതെനിക്ക് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആരുമാണ്. ഞാൻ പാലക്കാട് നഗരസഭയുടെ ഒരു ചെയർമാൻ മാത്രമാണ്. ഇനി സംസ്ഥാന തലത്തിലോ കേന്ദ്ര തലത്തിലോ തീരുമാനം എടുക്കേണ്ടതിന് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. പരാതിയൊക്കെ അറിയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയും ആളുകൾ ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് പല രീതിയിലും ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് BJP ജയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ജനവിധി അങ്ങനെയായിപ്പോയി.